കത്തോലിക്കാ സഭയിലെ ഏറ്റവും ആദരണീയരായ വിശുദ്ധരിൽ ഒരാളാണ് പാദുവയിലെ വിശുദ്ധ അന്തോണി. പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ച അദ്ദേഹത്തിന് ഫെർണാണ്ടോ മാർട്ടിൻസ് ഡി ബുൾഹോസ് എന്ന പേര് ലഭിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സമ്പന്നരായ പ്രഭുക്കന്മാരായിരുന്നു. അവർ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകി, മിക്കവാറും ലിസ്ബണിലെ കത്തീഡ്രൽ സ്കൂളിൽ. 15-ാമത്തെ വയസ്സിൽ ഫെർണാണ്ടോ മതജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിക്കുകയും വീട്ടിൽ നിന്ന് വളരെ അകലെയല്ലാത്ത സെന്റ് അഗസ്റ്റീനിന്റെ കാനോൻസ് റെഗുലറിൽ ചേരുകയും ചെയ്തു. കാനോനുകളുമായുള്ള 2 വർഷത്തിനിടയിൽ അദ്ദേഹം പഠനത്തിലും പ്രാർത്ഥനയിലും മികവ് പുലർത്തി. എന്നിരുന്നാലും വീടിനോട് വളരെ അടുത്തായതിനാൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പതിവ് സന്ദർശനങ്ങൾക്ക് കാരണമായി തന്റെ വിളി കൂടുതൽ ആഴത്തിൽ സ്വീകരിക്കാൻ ഫെർണാണ്ടോയെ കൂടുതൽ ഏകാന്തത ആഗ്രഹിക്കുന്നതിലേക്ക് നയിച്ചു. സാന്താക്രൂസ് ആശ്രമത്തിൽ ചേരാൻ അദ്ദേഹം ലിസ്ബണിൽ നിന്ന് 100 മൈലിൽ കൂടുതൽ വടക്കുള്ള കോയിംബ്രയിലേക്ക് താമസം മാറി. സാന്താക്രൂസിൽ ഫെർണാണ്ടോ 9 വർഷത്തെ മികച്ച വിദ്യാഭ്യാസം ആസ്വദിച്ചു. പഠനം, പ്രാർത്ഥന, സദ്ഗുണത്തിൽ വളർച്ച. 1220 വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഫെർണാണ്ടോ ഒരു പുരോഹിതനായി നിയമിക്കപ്പെട്ടു. കോയിംബ്രയിൽ അദ്ദേഹം രൂപീകരിച്ച 9 വർഷത്തിനിടയിൽ പുതുതായി സ്ഥാപിതമായ ഫ്രാൻസിസ്കൻ സഭയിലെ ഒരു ചെറിയ സംഘം ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസിന് സമർപ്പിച്ച ഒരു കുടിലിൽ സമീപത്ത് താമസമാക്കി. ഫെർണാണ്ടോ ഈ സന്യാസിമാരെ അറിയുകയും അവരുടെ ലാളിത്യം, ദാരിദ്ര്യം, വിനയം, ക്രിസ്തുവിനോടുള്ള സമൂലമായ സമർപ്പണം എന്നിവയിൽ ആകൃഷ്ടനാകുകയും ചെയ്തു. കോയിംബ്രയിൽ എത്തുന്നതിന് 11 വർഷങ്ങൾക്ക് മുമ്പ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സ്ഥാപിച്ച ഫ്രാൻസിസ്കൻ സഭയ്ക്കുള്ളിൽ പുതിയതും വേഗത്തിൽ വളരുന്നതുമായ ഒരു വിഭാഗമായിരുന്നു. വലിയ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്ന വരുമാനത്തേക്കാൾ ദൈവിക കരുതലിനെ ആശ്രയിച്ചുകൊണ്ട് അവർ സഞ്ചാരപ്രസംഗകരായിരുന്നു. അവർ ധരിച്ചിരുന്ന ഒരു വസ്ത്രം ഒഴികെ മറ്റൊന്നും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം മൊറോക്കോയിൽ മുസ്ലിങ്ങൾ 5 ഫ്രാൻസിസ്കൻ മിഷണറിമാരെ രക്തസാക്ഷികളാക്കിയ വാർത്ത കോയിംബ്രയിൽ എത്തി. പോർച്ചുഗൽ രാജാവ് അവരുടെ മൃതദേഹങ്ങൾ മോചനദ്രവ്യം നൽകി, തുടർന്ന് അവ ഒരു ഗംഭീര ഘോഷയാത്രയിൽ കോയിംബ്രയിലേക്ക് സംസ്കരിക്കുന്നതിനായി കൊണ്ടുവന്നു. ഈ രക്തസാക്ഷികളുടെ ധൈര്യവും സഹസന്യാസിമാരുടെ സാക്ഷ്യവും ഫെർണാണ്ടോയെ വളരെയധികം ആകർഷിച്ചു. അദ്ദേഹം കാനോനുകൾ റെഗുലർ വിട്ട് ഫ്രാൻസിസ്കൻസിൽ ചേരാൻ അനുമതി അഭ്യർത്ഥിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. കോയിംബ്രയിലെ സന്യാസിമാരുടെ ഭവനത്തിന്റെ രക്ഷാധികാരിയായ ഈജിപ്തിലെ വിശുദ്ധ അന്തോണീസിന്റെ പേരിലാണ് അദ്ദേഹം ആന്റണി എന്ന പേര് സ്വീകരിച്ചത്. ഈ 5 രക്തസാക്ഷികളെയും അനുകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫാദർ ആന്റണി മുസ്ലിങ്ങളോട് പ്രസംഗിക്കാൻ മൊറോക്കോയിലേക്ക് കപ്പൽ കയറി. എന്നിരുന്നാലും താമസിയാതെ അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം പിടിപെട്ടു. വൈദ്യസഹായം ആവശ്യമായി വന്നു. ഇത് പോർച്ചുഗലിലേക്കുള്ള മടക്കയാത്രയെ പ്രേരിപ്പിച്ചു. ഒരു കൊടുങ്കാറ്റിൽ അദ്ദേഹത്തിന്റെ കപ്പൽ ഗതിമാറി. അതിന്റെ ഫലമായി സിസിലിയിൽ ലാൻഡ് ചെയ്തു. ഫാദർ ആന്റണി രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചതിന് തൊട്ടുപിന്നാലെ സെന്റ് ഫ്രാൻസിസ് അസീസിയിലെ പ്രശസ്തമായ ഈ മാച്ച് ചാപ്റ്റർ എന്ന് വിളിച്ചു. അവരുടെ ഏറ്റവും പുതിയ അംഗങ്ങളിൽ ഒരാളായ ഫാദർ ആന്റണി ഉൾപ്പെടെ മിക്ക ഫ്രാൻസിസ്കൻ സന്യാസിമാരും പങ്കെടുത്തു. 1209 12 അംഗങ്ങളുള്ള തന്റെ സന്യാസ സ്ഥാപിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് ആയിരുന്നു. 1221 ആയപ്പോഴേക്കും ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ എണ്ണം ഏകദേശം 5000 ആയി വളർന്നു. അത്തരം ദ്രുതതിയിലുള്ള വളർച്ച തീക്ഷ്ണതയും ഉത്സാഹവും മാത്രമല്ല, വർദ്ധിച്ചുവരുന്ന വേദനകളും ഭിന്നതകളും വ്യക്തതയുടെ ആവശ്യകതയും കൊണ്ടുവന്നു. മാറ്റ്സിന്റെ ജനറൽ ചാപ്റ്ററിൽ വിശുദ്ധ ഫ്രാൻസിസ് ഓർഡറിന്റെ തലവൻ സ്ഥാനം രാജിവെച്ചു. കൂടുതൽ യോഗ്യതയുള്ളവരാണെന്ന് തനിക്ക് തോന്നിയവർക്ക് നേതൃത്വം നൽകി. കൂടുതൽ എളിമ, ദാരിദ്ര്യം, ലാളിത്യം, പ്രാർത്ഥന എന്നിവയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടത്. ആ ചാപ്റ്ററിൽ വെച്ചാണ് ഫാദർ ആന്റണിയും ബ്രദർ ഫ്രാൻസിസും ആദ്യമായി കണ്ടുമുട്ടിയത്. താമസിയാതെ ഫോർലിയിലെ മോണ്ടെ പാവോളയിലെ സന്യാസസഭയിലേക്ക് ഫാദർ ആന്റണിയെ നിയമിച്ചു. ഫോർലിയിൽ ആന്റണിയുടെ ആദ്യകാല ജീവിതം ഏകാന്തതയിലും പഠനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ഒരു ദിവസം ഡൊമിനിക്കന്മാരും ഫ്രാൻസിസ്കന്മാരും തമ്മിലുള്ള ആശയക്കുഴപ്പം കാരണം പ്രാദേശിക പള്ളിയിലെ ആദ്യ കുർബാനയിൽ പ്രസംഗിക്കാൻ ആരെയും നിയോഗിച്ചില്ല. അവസാന നിമിഷം ഫാദർ ആന്റണി മനസ്സില്ലാമനസ്സോടെ പ്രസംഗിക്കാൻ സമ്മതിച്ചു. പ്രസംഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ അസാധാരണ കഴിവ്, വിശുദ്ധ തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അഗാധമായ അറിവ്, വിശുദ്ധിയുടെ ആഴം എന്നിവയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം സഭയെ അത്ഭുതപ്പെടുത്തി. അന്നുമുതൽ ഫാദർ ആന്റണി അറിയപ്പെടുന്നതും ആവശ്യപ്പെടുന്നതുമായ ഒരു പ്രസംഗകനായി മാറി. എളിമയുള്ളതും ഭൂമിയിലേക്കുള്ളതും എന്നാൽ ദൈവശാസ്ത്രപരമായി ആഴമേറിയതുമായ പ്രസംഗത്തിലൂടെ നിരവധി ജീവിതങ്ങളെ മാറ്റിമറിച്ചു. പുരാതന വിശുദ്ധന്മാരിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ കലവറ അദ്ദേഹം സ്വീകരിച്ചു, പക്ഷേ ഒരിക്കലും അഭിമാനകരമോ അഹങ്കാരപരമോ ആയ രീതിയിൽ സ്വയം അവതരിപ്പിച്ചില്ല. അദ്ദേഹത്തിന്റെ ആലങ്കാരിക പ്രസംഗരീതി ആളുകളുമായി ബന്ധപ്പെടുന്ന രീതിയിൽ പാഠത്തിന്റെ പ്രതീകാത്മകവും മറഞ്ഞിരിക്കുന്നതുമായ അർത്ഥങ്ങൾ പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ചു.
അദ്ദേഹത്തിന്റെ പ്രസംഗവും എളിമയുള്ള ജ്ഞാനവും സന്യാസിമാരുടെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആശങ്കാകുലനായിരുന്ന വിശുദ്ധ ഫ്രാൻസിസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഉന്നത പഠനം അഭിമാനത്തിലേക്ക് നയിക്കുമെന്നും ക്രമത്തിന്റെ ദൗത്യത്തെ ദുർബലപ്പെടുത്തുമെന്നും അദ്ദേഹം ഭയപ്പെട്ടു. എന്നാൽ ഫാദർ ആന്റണിയിൽ ഫ്രാൻസിസ് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തി പൗരോഹിത്യ പട്ടം സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്ന സന്യാസിമാരുടെ ദൈവശാസ്ത്ര പരിശീലനത്തിന്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചു. 35-ാം വയസ്സിൽ മരിക്കുന്നതുവരെ അടുത്ത നിരവധി വർഷങ്ങൾ ഫാദർ ആന്റണിക്ക് വിവിധ ഭാഗങ്ങളിൽ പ്രസംഗവേല തുടർന്നു. ഒരു ദിവസം പോപ്പിനോടും കർദിനാൾമാരോടും പ്രസംഗിക്കാൻ പോലും അദ്ദേഹത്തെ ക്ഷണിച്ചു. ആ പ്രസംഗത്തിനിടെ ഫാദർ ആന്റണിക്ക് അന്യഭാഷാ വരം ലഭിച്ചു. ഇത് സന്നിഹിതരായ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മാതൃഭാഷയിൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സഹായിച്ചു. തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള ആന്റണിയുടെ ഉൾക്കാഴ്ചയിൽ വളരെയധികം ആകൃഷ്ടനായ ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ നിയമപ്പെട്ടകം എന്നു വിളിച്ചു. ആരാധനാക്രമ വർഷത്തിലെ ഞായറാഴ്ചകളിലും തിരുനാൾ ദിവസങ്ങളിലും പ്രഭാഷണങ്ങൾ രചിക്കാൻ പാപ്പ ഫാദർ ആന്റണിയോട് ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള രൂപരേഖകളുടെയും വ്യാഖ്യാനങ്ങളുടെയും രൂപത്തിൽ ചെയ്തു. ആ പ്രസംഗങ്ങളാണ് പിന്നീട് അദ്ദേഹത്തെ സുവിശേഷീകരണ ഡോക്ടർ എന്ന അതുല്യമായ പദവിയോടെ സഭയുടെ ഡോക്ടർ എന്ന പദവിയിലേക്ക് നാമകരണം ചെയ്യുന്നതിലേക്ക് നയിച്ചത്. ഫാദർ ആന്റണിയുടെ പ്രസംഗങ്ങളെയും അത്ഭുതങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള മറ്റ് നിരവധി ഐതിഹ്യങ്ങൾ വേറെയുമുണ്ട്. പാഷണ്ഡരായ പട്ടണവാസികൾ അദ്ദേഹത്തെ നിരാകരിച്ച ഒരു ദിവസം അദ്ദേഹം മീൻ പിടിക്കാൻ പ്രസംഗിച്ചുവെന്ന് പറയപ്പെടുന്നു. മത്സ്യം വെള്ളത്തിൽ നിന്ന് തല പുറത്തേക്ക് നീട്ടി ശ്രദ്ധയോടെ കേൾക്കുന്നത് കണ്ടപ്പോൾ ആളുകൾ മതം മാറി. ഇക്കാരണത്താൽ അദ്ദേഹത്തെ പലപ്പോഴും പാഷണ്ഡികളുടെ ചുറ്റിക എന്ന് വിളിക്കുന്നു. ഒരു ദിവസം ഒരു സന്യാസി ഫാദർ ആന്റണിയിൽ നിന്ന് ഒരു സുവിശേഷ പുസ്തകം മോഷ്ടിച്ചതിനാലും ഫാദർ ആന്റണി അത് തിരിച്ചുവരാൻ പ്രാർത്ഥിച്ചതിനാലും നഷ്ടപ്പെട്ട വസ്തുക്കളുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നു. അന്തോണീസ് പലപ്പോഴും ശിശു യേശുവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നു. അന്തോണീസ് ആഴമായ പ്രാർത്ഥനയിൽ ക്രിസ്തു ശിശുവുമായി സംഭാഷണം നടത്തുന്നത് കണ്ടതായി പറയപ്പെടുന്ന ഒരു സന്യാസിയുടെ വിവരണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം. തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴമായ അറിവിന്റെ പ്രതീകമായി വിശുദ്ധ തിരുവെഴുത്തുകൾ പലപ്പോഴും കലാസൃഷ്ടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെയും പവിത്രതയും സൂചിപ്പിക്കുന്ന ലില്ലിപ്പൂക്കൾ പല ചിത്രങ്ങളിലും ഉണ്ട്. വിശുദ്ധ അന്തോണീസ് വെറും 35 വർഷം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂവെങ്കിലും ദൈവം അദ്ദേഹത്തെ ശക്തമായ രീതിയിൽ ഉപയോഗിച്ചു. ജീവിത നിലവാരം അതിന്റെ ദൈർഘ്യത്തെ മറികടക്കുന്നു എന്ന ആശയത്തിന് അദ്ദേഹത്തിന്റെ ജീവിതം സാക്ഷ്യം വഹിക്കുന്നു. ജീവിതത്തിന്റെ ഗുണനിലവാരം കൃപയിലൂടെ മാത്രമേ കൈവരിക്കാൻ കഴിയൂ. വിശുദ്ധ അന്തോണീസിന് ജീവിതത്തിൽ സമൃദ്ധമായ കൃപ ലഭിച്ചു. ജീവിതത്തിൽ കഴിയുന്നത്ര വിശുദ്ധി തേടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മൂല്യവത്താണ്. പലപ്പോഴും വിശുദ്ധിയേക്കാൾ ദീർഘായുസ് നാം പിന്തുടരുന്നു. എന്നിരുന്നാലും വിശുദ്ധ അന്തോണീസ് ഉൾപ്പെടെയുള്ള നിരവധി മഹാനായ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ ഒരു ചെറിയ കാലയളവ് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഈ മഹാനായ വിശുദ്ധനെ നാം ആദരിക്കുമ്പോൾ വിശുദ്ധിയിൽ വളരുന്നതിനും അവന്റെ വിശുദ്ധഹിതം സേവിക്കുന്നതിനും സമർപ്പിച്ചിരിക്കുന്ന ഭൂമിയിൽ നിങ്ങൾ ശേഷിക്കുന്ന സമയം ചെലവഴിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഓർമ്മിക്കുക. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തെ വെറും ദീർഘായുസ്സിനേക്കാൾ വളരെ മികച്ച ഒരു ഗുണത്താൽ നിറയ്ക്കും. വിശുദ്ധ അന്തോണിയോസിനോടുള്ള പ്രാർത്ഥന. വിശുദ്ധ അന്തോണീസേ, അങ്ങ് പഠനത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടിയുള്ള ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുവെന്നു മാത്രമല്ല, എളിമയുള്ളവനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ആത്മാക്കളെ രക്ഷിക്കാനും മാത്രം ആഗ്രഹിച്ചവനുമായിരുന്നു. ഭൂമിയിൽ അങ്ങയുടെ ഹ്രസ്വമായ ജീവിതത്തിനിടയിലും ശക്തമായ രീതിയിൽ ദൈവം അങ്ങയെ ഉപയോഗിച്ചു. എന്റെ ജീവിതകാലം മുഴുവൻ വിശുദ്ധി പിന്തുടരാനും ദൈവത്തിന്റെ മഹത്വത്തിനും എന്റെയും മറ്റുള്ളവരുടെയും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി എനിക്ക് ലഭിക്കുന്ന എല്ലാ കൃപയും സ്വീകരിക്കാനും എനിക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ. പാദുവായിലെ വിശുദ്ധ അന്തോണീസേ, എനിക്കുവേണ്ടി പ്രാർത്ഥിക്കണമേ. ആമീൻ.